ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇതിപ്പോൾ നമ്മുടെ ഉത്സവ സീസൺ അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്നിട്ട് നീ ഇത് ഏത് ഉത്സവത്തിലാണെന്ന്. ഞാൻ ഉത്സവത്തിന് പോകുവാണ് ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം വൈക്കത്തമ്പലാണ്. അപ്പോൾ വൈക്കത്തപ്പനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ശാന്തവും സുന്ദരവുമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വൈക്കത്തുനിന്ന് തൊഴുതിറങ്ങിയിട്ട് നേരെ പോകുന്നത് ഉല്ലല ഓങ്കാരേശ്വരം ടെമ്പിളിലോട്ടാണ്. അവിടെ ഇപ്പോൾ കുംഭഭരണി നടക്കുവാണ്. അവിടെ മാത്രമല്ല, ഈ വെച്ചൂര്, ഇടയാഴം, തലയാഴം, അവിടെ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഈ സമയത്താണ് ഉത്സവം നടക്കുന്നത്. ഇത് അങ്ങനെ ഓങ്കാരേശ്വരത്ത് എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഫുൾ ലൈറ്റിങ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഉത്സവമാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ അമ്പലം അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ലൈറ്റിങ് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ചെന്ന സമയത്ത് നമ്മുടെ താലപ്പൊലി വരുന്നുണ്ടായിരുന്നു. ഉത്സവം അറിയാലോ, താലപ്പൊലിയും അങ്ങനത്തെ വഴിപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത്. ഗരുഡൻ തൂക്കം നമ്മുടെ തെക്കൻ കേരളത്തിലുള്ളൊരു വഴിപാടാണ്. അത് വീടുകളിൽ നിന്ന് വഴിപാടായിട്ട് മെയിൻലി അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇവരുടെ ഒരു കറക്കമുണ്ട്. അതിപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ നെക്സ്റ്റ് ക്ലിപ്പിൽ ഞാൻ വിത്ത് ഓഡിയോ നിങ്ങളത് കേൾപ്പിച്ചു തരാം. അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ ഓങ്കാരേശ്വരത്ത് നിന്നും തൊഴുതിറങ്ങി നേരെ പോയത് തൃപ്പക്കുടം മഹാദേവൻ്റെ അമ്പലത്തിലോട്ടാണ്. അവിടെ അതിങ്ങനെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എന്താ പറയുക, കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അവിടെ ചെന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടിയായിട്ടുള്ള കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ടു. അതിനുശേഷം അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. സോ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാനൊരു ചായ ഓർഡർ ചെയ്തു. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തിരുന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചാലോ. അപ്പം പിന്നെ ബാക്കി പറയണ്ടല്ലോ ഞാൻ എന്താ കഴിക്കാന്നുള്ളത്. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. വേറെ ഒന്നുമല്ല, ദോശ തന്നെ. മസാല ദോശ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതേ കഴിക്കത്തുള്ളായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ, നല്ല ചൂടോടെ ചുട്ട് തന്ന ദോശയായിരുന്നു. അങ്ങനെ ചായയും ദോശയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലൈമറ്റും ഒക്കെ ഓക്കെ ആയിരുന്നു. സോ ബൈ.